ഈ പറയുന്ന നസീർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഇവിടുന്ന് ട്രാൻസ്ഫർ കിട്ടിയിട്ടും പോകാതെ കടിച്ചു തൂങ്ങി കിടക്കുന്നതിന്റെ കാരണം അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ദമ്പടി കിട്ടുന്നതുകൊണ്ടാണ്. ഈ ബസ്സിന് ഹൈക്കോടതി പെർമിറ്റ് അനുവദിച്ച് നൽകിയിരിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ടുള്ള പെർമിറ്റ് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ കാണിച്ചിട്ടും ആരുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്, ആരുടെ ഒത്താശയ്ക്ക് വേണ്ടിയിട്ടാണ്, ആറ്റിങ്ങൽ RTOയുടെ നിർബന്ധപ്രകാരമാണോ അതോ MPDയുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഈ ബസ് ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നതെന്ന് അറിയില്ല. ഇതുവരെ ഈ ബസ്സിൻ്റെ ഫൈനായിട്ട് ഈ പാവപ്പെട്ട ബസ് മുതലാളിക്ക് അല്ലെങ്കിൽ ബസ് ഉടമയ്ക്ക് കിട്ടിയിരിക്കുന്നത് 2.5 ലക്ഷം രൂപ മേളിൽ ഫൈനാണ് കിട്ടിയിരിക്കുന്നത്. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങൽ RTO ഓഫീസിൻ്റെ മുമ്പിലാണ്. ഈ RTO ഓഫീസ് കാരണം കഷ്ടത്തിലായ ഒരു ബസ് മുതലാളി അനൂപ് ചന്ദ്രൻ്റെ കഥയാണ് നമ്മളിന്ന് പറയുന്നത്. വേറൊന്നുമല്ല, അദ്ദേഹത്തിന് 4 ബസ്സാണ് അദ്ദേഹത്തിന് കീഴിലുള്ളത്. 3 ബസ്സുകളും ബാങ്ക് ലോണിലാണ് അദ്ദേഹം ബസ് എടുത്തിരിക്കുന്നത്. എന്നാൽ കളർ കോഡിൻ്റെ പേരിൽ അദ്ദേഹത്തെ നിരന്തരം പീഡിപ്പിക്കുന്ന RTOയും ടീമുകളുമാണ് ഈ ഓഫീസിലുള്ളത്. ആ ഒരു ചെറുപ്പക്കാരൻ ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ബസ് ജീവനക്കാരും പട്ടിണി കൊണ്ട് നെട്ടോട്ട് ഓടുകയാണ്. മറ്റു പല തൊഴിലുകളും ചെയ്തിട്ടാണ് ഇന്ന് അദ്ദേഹം ജീവിക്കുന്നത്. ഇതിൻ്റെ കാരണക്കാരൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പട്ടിണിയിലാക്കുകയും അദ്ദേഹത്തിൻ്റെ ബിസിനസ് നശിപ്പിക്കുകയും ചെയ്യുന്ന കാരണക്കാരനായിട്ട് അദ്ദേഹം ആരോപിക്കുന്നത് ആറ്റിങ്ങൽ RTO D മഹേഷ് എന്ന വ്യക്തിയെക്കുറിച്ചാണ്. അതിനെല്ലാ സഹായവും ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് സീനിയർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ ഉദ്യോഗസ്ഥനായിട്ടുള്ള മനോജാണ്. മനോജ് എന്ന് പറഞ്ഞാൽ ആശ്രിത നിയമനത്താൽ ഉദ്യോഗത്തിൽ കിട്ടിയ വ്യക്തിയാണ് മനോജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനോജിന് അറിഞ്ഞുകൂടാ ഒരു ബിസിനസ് സംരംഭകൻ്റെ വ്യഥകൾ എന്തൊക്കെയാണെന്ന്. അല്ലെങ്കിൽ ഒരു ബസ് മുതലാളി എന്ന് പറയാൻ പറ്റില്ല, ബസ് തൊഴിലാളി, മുതലാളിയും തൊഴിലാളിയും കൂടെ അനൂപിൻ്റെ വ്യഥകൾ എന്തൊക്കെയാണെന്ന് മനോജിനോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന മഹേഷിനോ അറിയാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഈ കളറിൻ്റെ കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിൻ്റെ ഓരോ മുട്ടാപ്പോക്ക് നിയമങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വപ്നമായ ബസ്സുകളെയും ബസ്സിൻ്റെ സർവീസുകളെയും കട്ടപ്പുറത്ത് കയറ്റിയിരിക്കുകയാണ് ഈ ആറ്റിങ്ങൽ RTOയും ടീമും. ഇതിന് എന്താണ് ഒരു പരിഹാരമെന്ന് അറിയാൻ സാധിക്കാതെ നെട്ടോട്ടം ഓടുകയാണ് അദ്ദേഹം. അതിന് ഒരു പരിഹാരം അവരുണ്ടാക്കണമെന്ന ഒരു ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം മാധ്യമങ്ങളിലേക്ക് ഈ വാർത്ത എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ചിറ്റമ്മ നയം, അതായത് പ്രൈവറ്റ് ബസ്സിലെ പ്രൈവറ്റ് ബസ് ചില ഓണർമാരോട് കാണിക്കുന്ന ചിറ്റമ്മ നയങ്ങൾ, ചില പ്രതികാര നടപടികൾ, അതെന്തിനു വേണ്ടിയാണെന്ന് ഇന്നും അനൂപ് ചന്ദ്രൻ അറിയുന്നില്ല. അദ്ദേഹം വളരെ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പണ്ട് വരവേൽപ്പെന്ന സിനിമയിൽ ലാലേട്ടൻ ഉള്ള സമ്പാദ്യം മുഴുവൻ കൊണ്ട് ഒരു പ്രൈവറ്റ് ബസ് തൻ്റെ നാടിൻ്റെ ഉപകാരത്തിന് വേണ്ടി വാങ്ങിച്ചു. അതുപോലെ തന്നെയാണ് അനൂപ് ചന്ദ്രൻ ഒന്നിനു പകരം 3 ബസ് ഉണ്ടായിപ്പോയി. അത് 3ഉം ബാങ്ക് ലോണിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. ആ ബാങ്ക് ലോൺ അടച്ചിട്ട് മാസങ്ങളായി ബാങ്കുകാർ അദ്ദേഹത്തിന് വീട്ടിൽ കയറി നിരങ്ങുകയാണ്. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് അദ്ദേഹത്തിന് ഗവൺമെൻറ്റിനോടും ഈ ഡിപ്പാർട്ട്മെൻറ്റിനോടും പറയാൻ. ഇതാണ് എൻ്റെ പുറകിൽ കാണുന്ന ഈ ബസ്സാണ് നെടുമങ്ങാട് MPD രാജേഷ് പിടിച്ച ബസ്. പെർമിറ്റില്ല എന്ന കാരണത്താൽ പിടിച്ചിട്ടിരിക്കുന്ന ബസ്സാണിത്. എന്നാൽ 13-ാം തീയതി മുതൽ ഈ ബസ്സിന് ഹൈക്കോടതി പെർമിറ്റ് അനുവദിച്ച് നൽകിയിരിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ടുള്ള പെർമിറ്റ് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ കാണിച്ചിട്ടും ആരുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്, ആരുടെ ഒത്താശയ്ക്ക് വേണ്ടിയിട്ടാണ്, ആറ്റിങ്ങൽ RTOയുടെ നിർബന്ധപ്രകാരമാണോ അതോ MPDയുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഈ ബസ് ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നതെന്ന് അറിയില്ല. തീർച്ചയായിട്ടും ഇതിൻ്റെ ഉടമസ്ഥൻ അനുഭവിക്കുന്ന സാമ്പത്തിക ഞെരുക്കവും പ്രതിസന്ധിയുമെല്ലാം ഇവരുടെ ഈ ഒരു വെഞ്ചിയൻസ്, അതായത് ഒരു പ്രതികാര നടപടി എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പെർമിറ്റ് ഉണ്ടായിട്ടും നിയമപരമായിട്ട് ഹൈക്കോടതിയിൽ നിന്ന് പെർമിറ്റ് അനുവദിച്ച് കിട്ടിയ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. വെറുതെ പറയുന്നതല്ല. ഈ ഡോക്യുമെൻറ്റ്സ് ഹൈക്കോടതി അനുവദിച്ചു കൊടുത്താണ് 13-ാം തീയതി മുതൽ. 2-3 ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ബസ് ഇവരുടെ പിടിച്ചിട്ടത്. പെർമിറ്റ് ഇല്ല എന്ന റീസൺ പറഞ്ഞാണ് പിടിച്ചിട്ടിരിക്കുന്നത്. എന്നാൽ പെർമിറ്റ് ഉണ്ട് താനും. പിന്നെ ആരുടെ കണ്ണിൽ പൊടിയിടാണ്, ആരുടെ പ്രീതിപ്പെടുത്താനാണ് ഇങ്ങനെയുള്ള അഴിമതിയെല്ലാം ചെയ്യുന്നത്? എന്നാൽ ഈ മാധ്യമപ്രവർത്തകർ ഇത് അവരോട് ചോദിക്കാൻ ചെന്നാൽ ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവണതയാണ് അവരവിടെ കാണിക്കുന്നത്. മാധ്യമപ്രവർത്തകരെ നമ്മൾ പലവട്ടം അവരെ സമീപിച്ചിട്ടും നെടുമങ്ങാട് RTOയിൽ നിന്നോ നെടുമങ്ങാട് MPDയിൽ നിന്നോ അതുപോലെ ആറ്റിങ്ങൽ RTOയിൽ നിന്നോ നമുക്ക് യാതൊരു തരത്തിലുള്ള തൃപ്തികരമായ മറുപടിയും ഉണ്ടായിട്ടില്ല. സമീപിച്ചപ്പോഴൊക്കെ അവരൊഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കും ഒരു പാവപ്പെട്ട ബസ് ഉടമയെ മനഃപൂർവ്വം ദ്രോഹിക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്തിരിക്കുകയാണ്. ഇതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് വ്യക്തമാക്കേണ്ടത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ഇതിന് നിൽക്കുന്ന ഒത്താശ നിൽക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരുമാണ്. എന്തായാലും ഈ ഒരു സങ്കടത്തിന്, ആ ഉടമയുടെ ഒരു സങ്കടത്തിന് നിയമപരമായിട്ടൊരു അറുതി വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ ഈ ബസ്സിൻ്റെ ഫൈനായിട്ട് ഈ പാവപ്പെട്ട ബസ് മുതലാളിക്ക് അല്ലെങ്കിൽ ബസ് ഉടമയ്ക്ക് കിട്ടിയിരിക്കുന്നത് 2.5 ലക്ഷം രൂപ മേളിൽ ഫൈനാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം 3 ബസ്സുകളും ലോണിൻ്റെ പുറത്താണ് ഓടിക്കുന്നത്. ലോൺ അടവ് ഇപ്പോൾ മുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് 2.5 ലക്ഷം രൂപ ഫൈൻ. ഇതൊക്കെ ആരടയ്ക്കും? ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കുടുംബം വിറ്റാലും ഇതൊക്കെ എവിടെ എത്തുമെന്ന് ഒരു പിടിയില്ലാത്ത പെരുവഴിയിൽ ഇറക്കും എന്ന ഒരു ദൃഢനിശ്ചയത്തിലാണ് ഇവിടുത്തെ RTOയും MPDയും ഒക്കെ. ഇതിനൊരു അറുതി കാണുന്നവരെ അദ്ദേഹത്തിൻ്റെ സമരം തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെടുമങ്ങാട് MV രാജേഷും നസീറും
ഒരുപാട് നല്ല ഉദ്യോഗസ്ഥർ മോട്ടോർ വാഹന വകുപ്പിലുണ്ടെങ്കിലും അവർക്കൊക്കെ പുഴുക്കുത്തുകളായിട്ട് അല്ലെങ്കിൽ അവർക്കൊക്കെ പേരുദോഷമായിട്ട് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ പെരുമാറുന്നത്. അതായത് നമ്മുടെ ഒരു സ്വകാര്യ ബസ്സിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാനായിട്ട് ഈ ഉദ്യോഗസ്ഥർ വാങ്ങിക്കുന്ന 3000 പെർ ഹെഡിന് 3000 വെച്ചിട്ടാണ് വാങ്ങിക്കുന്നത്. അത് അവർ ഡയറക്റ്റ് വാങ്ങിക്കാറില്ലെന്നാണ് പറയപ്പെടുന്നത്. അത് അവർക്ക് ഏജൻറ്റുമാരുണ്ട്. എന്നാൽ ഇതേ ബസ്സുകൾ തന്നെ തിരുവനന്തപുരം RTO ഓഫീസിൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ സാധാരണ നിയമം അനുശാസിക്കുന്ന ഫീസ് അടച്ചാൽ അവർക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടും. എന്നാൽ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ മറ്റ് MVD-കൾക്കും അല്ലെങ്കിൽ മറ്റ് RTO ഉദ്യോഗസ്ഥർക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ നാണക്കേടാവുന്ന തരത്തിലുള്ള രീതികളാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കിമ്പളം വാങ്ങിക്കാനുള്ള പ്രവണതയാണ് ഇവിടെ ഉണ്ടാക്കിയത്. അവരത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന നസീർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഇവിടുന്ന് ട്രാൻസ്ഫർ കിട്ടിയിട്ടും പോകാതെ കടിച്ചു തൂങ്ങി കിടക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ദമ്പടി കിട്ടുന്നതുകൊണ്ടാണ്. അതായത് ഇഷ്ടംപോലെ പ്രൈവറ്റ് ബസ് ഓടുന്ന നാട്ടിൽ ഒരു ബസ്സിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ക്ലിയർ ആക്കി കൊടുക്കാൻ 3000 വെച്ച് മേടിക്കുമ്പോൾ എത്ര ലക്ഷം രൂപ അദ്ദേഹം അതിൽ നിന്ന് മേടിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ പാവപ്പെട്ട ബസ് ഉടമയ്ക്ക് ഇതിനൊക്കെ നീതി കിട്ടാത്ത, അദ്ദേഹം കൈക്കൂലി കൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു പക്ഷേ ആ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഫൈൻ അടിച്ചു കൊടുത്തിരിക്കുന്നതും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബസ്സുകളെല്ലാം കട്ടപ്പുറത്ത് കയറ്റിയിട്ടിരിക്കുന്നത്. അല്ലാതെ ഫിറ്റ്നസ് ഇല്ലാത്തതുകൊണ്ടല്ല. അനന്തപുരിയുടെ ബസ്സുകൾ എല്ലാ ബസ്സുകളും തന്നെ കൃത്യമായ ഫിറ്റ്നസ് ഉള്ളതാണ്. കൃത്യമായ സർവീസും കൃത്യമായ ചെക്കപ്പും കാര്യങ്ങളും ആൾക്കാരുടെ സുരക്ഷ മുൻനിർത്തി യാത്ര നടത്തുന്ന ഒരു ബസ് സർവീസാണ് അനന്തപുരി എന്ന സർവീസിനുള്ളത്, അനന്തപുരി ബസ് സർവീസിനുള്ളത്. എന്നാൽ ഇതുപോലെ ഇതിൻ്റെ പാതി പോലും ബസ്സുകളുടെ ഫിറ്റ്നസ്സിന് ശ്രദ്ധിക്കാത്ത ഒരുപാട് ബസ്സുകൾ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് ഇവിടെ ഓടുന്ന പല ബസ്സുകളും. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ജനങ്ങളുടെ സുരക്ഷിതത്വവും സുഖയാത്രയും മാത്രം ഉന്നമനം വെച്ചുകൊണ്ട് അവർ തങ്ങളുടെ ബസ്സുകൾ പക്കയായിട്ട് കീപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ പക്കയായിട്ട് ഫിറ്റ്നസ് നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ അങ്ങനെയല്ലാത്ത പല സർവീസുകളും, അങ്ങനെ ബസ് സർവീസ് നടത്തുന്ന പല സ്വകാര്യ ബസ്സുകളെയും നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിന് തീർച്ചയായിട്ടും ഒരു നടപടി ഉണ്ടാവണമെന്ന് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയോടാണ് നമുക്ക് പറയാൻ, അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനോടാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ അരുൺ സാഗറിനോടൊപ്പം ഷാരിക സൈനിങ് ഓഫ്.